പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു ഫീലിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് കഴിയും. ഇതൊരു 4 പേരൊക്കെയുള്ളൊരു കുടുംബമാണെങ്കിൽ ചുരുങ്ങിയതൊരു 15 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ആവശ്യമാണ് ഒരു വീട്ടിൽ. കാരണം ഒരാൾക്കൊരു 5 ലക്ഷം രൂപയൊക്കെ ഇന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അത്യാവശ്യം നല്ലൊരു അസുഖമാണ് കോമൺ ആയിട്ട് വരുന്നൊരു ബില്ലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിഗണിച്ച് നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ സെക്യൂരിറ്റി സം അഷ്വേർഡ് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ പോളിസി മുതൽ വലിയ പോളിസി വരെയൊക്കെ അതൊക്കെ അപ് ടു യു, ദാറ്റ്സ് അപ് ടു യു. നോക്കൂ, ചെറുപ്രായത്തിൽ പോളിസി എടുക്കുന്നതാണ് നല്ലത്. കാരണം പ്രീമിയം നമ്മൾ ഈ സെക്യൂരിറ്റിയുടെ അടിയിലേക്ക് വരുമ്പോൾ തന്നെ പ്രീമിയം പ്രായത്തിനനുസരിച്ച് അത് കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ റിസ്ക് ഏത് പ്രായത്തിലും ഇപ്പോൾ വരാമല്ലോ. ഒരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ കമ്പനികളെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആണ്. ഇപ്പോൾ കമ്പനികൾക്ക് എപ്പോഴും ലാഭം ഏറ്റവും കുറഞ്ഞ തരത്തിൽ ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ക്ലെയിം നമുക്കൊരാവശ്യം വരുമ്പോൾ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെയും ആവശ്യം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് അതിൻ്റെ സെയിൽസിലാണ്. കാരണം പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ കമ്പനികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സെയിൽസ് പാർട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ കെണി കിടക്കുന്നത്. കാരണം നമുക്കിത് ഇതിൻ്റെ അവസരം ഉണ്ടാവാതിരിക്കട്ടെ, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു ഇൻഷുറൻസ്, ഞാൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, ഒരാൾ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിക്കറ്റിനുള്ള ഫോം ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷുറൻസിനൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഭാര്യ പറയുകയാണ്, വെറുതെ